ഉത്തർപ്രദേശിൽ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ആത്മീയ പ്രഭാഷകനാണ് 121 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തോടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഭോലെ ബാബ. അലിഗഡ് ഡിവിഷനിലെ കസ്ഗഞ്ച് ജില്ലയിൽ നിന്നുള്ള ഈ സ്വയം പ്രഖ്യാപിത ആൾദൈവം മുമ്പ് യുപിയിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആത്മീയ പ്രഭാഷണ പരിപാടിയായ സത്സംഗത്തിനു ശേഷം ഭോലെ ബാബയുടെ കാൽതൊട്ട് വന്ദിക്കാനുണ്ടായ തിക്കും തിരക്കുമാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. സൂരജ് പാൽ, അതാണ് ഭോലെ ബാബയുടെ യഥാർത്ഥ പേര്. നാരായൺ സാഗർ വിശ്വഹരി ഭോലെ ബാബ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ചുരുക്കി ഭോലെ ബാബ എന്ന് വിളിക്കും. വെള്ള സ്യൂട്ട് അല്ലെങ്കിൽ പൈജാമയും കുർത്തയുമായിരിക്കും വേഷം. സഞ്ചാരം സുരക്ഷാഭടന്മാരുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയിൽ. ആരുടെയും ശിഷ്യനല്ലെന്നും പ്രപഞ്ചശക്തിയിൽ നിന്ന് നേരിട്ട് പ്രചോദനം കിട്ടിയതാണെന്നും അവകാശപ്പെടുന്ന ഇയാൾ 90കളിലാണ് ആത്മീയതയിലേക്ക് തിരിയുന്നത്. അതുവരെ പോലീസ് കോൺസ്റ്റബിളായിരുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കളടക്കം ഈ 58കാരന്റെ പരിപാടികളിലെ നിത്യസാന്നിധ്യമാണ്. 30 ഏക്കറിലധികമുള്ള നാരായൺ ഹരി ആശ്രമത്തിൽ ദിവസം കുറഞ്ഞത് 12,000 പേർ സന്ദർശിക്കാനെത്തുന്നു. യുപിക്ക് പുറമെ ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി സംസ്ഥാനങ്ങളിലും അനുയായികളുള്ള ഭോലെ ബാബ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് 50,000 പേരെ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുപ്പിച്ചത് വിവാദമായിരുന്നു. സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നുള്ള ഭോലെ ബാബ വിവാഹിതനാണ്. മതപ്രഭാഷണങ്ങളിൽ ബാബയെ അനുഗമിക്കുന്ന ഭാര്യയെ മാതാശ്രീ എന്നാണ് അനുയായികൾ വിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.